നിൽക്കുന്നത് എവിടെയാണെന്ന് നോക്കൂ. ഇത് മനോഹരമായ ഒരു കടലാണ് എൻ്റെ തൊട്ട് പിന്നിൽ കാണുന്ന നമ്മുടെ അറേബ്യൻ കടൽ. അപ്പോൾ നമ്മൾ കടൽ തീരത്ത് നിൽക്കുമ്പോൾ തന്നെ കേരളത്തിൻ്റെ ഈ മനോഹാരിത, കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി, ഇതിനെക്കുറിച്ചെല്ലാം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഈ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ കേരളത്തിന് മാത്രം സ്വന്തം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വയലേലകളുണ്ട്, കുളമുണ്ട്, പിന്നെന്താ കായൽ പരപ്പുകളും മലനിരകളും. പിന്നെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മൾക്ക് കുറച്ച് പ്രശാന്ത സുന്ദരമായ സ്ഥലം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കടൽ തീരങ്ങളാണ്. ഇവിടെ വളരെ ഈ കടൽ തിരമാലകൾ അടിക്കുന്ന ശബ്ദമൊഴിച്ച് വേറെ ഒന്നും നമ്മളെ അലോസരപ്പെടുത്താനായിട്ടില്ല. നല്ല ചെറുതെന്നലും. അപ്പോൾ നിങ്ങൾക്കായിട്ട് ഞാൻ ഇന്നൊരു സ്പെഷ്യൽ പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ വളരെ വ്യത്യസ്തമായ പായസം. ഞാൻ ആദ്യമായി പരീക്ഷിച്ചൊരു പായസമാണ്. എന്നാൽ രുചിയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തക്കാളി പായസം. അപ്പോൾ ഇനി തക്കാളി പായസം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. തക്കാളി പായസത്തിന് വേണ്ട ചേരുവകൾ: തക്കാളി 1 കിലോ കഷ്ണങ്ങളാക്കിയത്, പഞ്ചസാര 4 കപ്പ്, നുറുക്ക് ചമ്പ പച്ചരി 1 കപ്പ്, തേങ്ങയുടെ 2ാം പാൽ 4 കപ്പ്, തേങ്ങയുടെ 1ാം പാൽ 2 കപ്പ്, പാൽപ്പൊടി കലക്കിയ പാൽ 3/4 കപ്പ്, നെയ്യ് 8 ടേബിൾ സ്പൂൺ, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം, കിസ്മിസ് 50 ഗ്രാം, ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ. അങ്ങനെ നമ്മളുടെ തക്കാളി പായസം. അപ്പോൾ തക്കാളി കൊണ്ട് സാധാരണയായിട്ട് നമ്മൾ പായസമൊന്നും തയ്യാറാക്കാറില്ല, ഉണ്ടോ? ഇല്ല. പക്ഷേ എന്നും കേരളത്തിലെ വീട്ടമ്മമാർക്ക് പുതുമയാണ് ഇഷ്ടം. വ്യത്യസ്തമായ രുചിഭേദങ്ങൾ അത് വീട്ടുകാർക്കും നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യമേ തന്നെ കുറച്ച് കാര്യങ്ങൾ. അതായത് 1 കിലോ തക്കാളി നമ്മൾ ചതുര കഷ്ണങ്ങളായിട്ട് മുറിക്കണം. എന്നിട്ട് അത് വേവിക്കാനായിട്ട് വയ്ക്കണം. അങ്ങനെ 1 കിലോ തക്കാളി ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ച്, ഇച്ചിരി വലിയ കഷ്ണമായാലും കുഴപ്പമില്ല. അതിനോടൊപ്പം ഒരല്പം വെള്ളവും കൂടി ചേർത്ത് ഏതാണ്ട് ഒരു 3/4 കപ്പോളം വെള്ളം, 3/4 മുതൽ 1 കപ്പ് വെള്ളം വരെ ചേർക്കാം. എന്നിട്ട് തക്കാളി നന്നായിട്ടൊന്ന് വേവിക്കണം. വെന്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതൊന്ന് തണുക്കാൻ വെച്ചിട്ട് മിക്സി ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടൊന്ന് പ്യൂറി ചെയ്യണം. അതായത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് അതൊരു എന്താ പറയുക, വെള്ളം പോലെ ആക്കിയെടുക്കണം. നമ്മൾ ശരിക്കും ഒരു കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കുന്നു. എന്നിട്ടത് അരിപ്പയിൽ കൂടി അരിച്ച് നല്ല ഒരു ടൊമാറ്റോ പ്യൂറി ആയിട്ട് അതിൻ്റെ ആ പൾപ്പ് ഇങ്ങനെ എടുക്കണം, സത്ത്. അപ്പോൾ ടൊമാറ്റോ വേവിച്ച് അരിച്ച് എടുക്കുന്നു. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ടൊമാറ്റോ വേവിക്കാനായിട്ടിട്ട് ഇത് 1 കിലോ ടൊമാറ്റോ. ഈ 1 കിലോ ടൊമാറ്റോയ്ക്ക് 4 കപ്പ് പഞ്ചസാരയാണ് കണക്ക്. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ടൊമാറ്റോ ആണ്. നല്ല റെഡ് കളർ, നല്ല പഴുത്ത ടൊമാറ്റോ ആയിരിക്കണം. അതാണ് ഏറ്റവും നല്ലത്, ചുമന്ന നിറത്തിൽ. ഈ പായസത്തിൻ്റെ നിറം എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു ലൈറ്റ് ഓറഞ്ച് കളറായിരിക്കും. അത് കളർ ചേർക്കുന്നതല്ല, റിയൽ കളർ, നമ്മുടെ ടൊമാറ്റോയിൽ നിന്നുണ്ടാകുന്ന നിറം. അപ്പോൾ ടൊമാറ്റോ കൊണ്ട് നമ്മൾ എങ്ങനെ പായസം ഉണ്ടാക്കുന്നു എന്നാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. സാധാരണ ഒരു പായസത്തിന് എന്തൊക്കെയാണ് വരിക? അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, നെയ്യ്, ഏലക്കാപ്പൊടി, അപ്പോൾ ശർക്കരയ്ക്ക് പകരം ഇതിൽ പഞ്ചസാര, പിന്നെ തേങ്ങാപ്പാൽ. ഇവിടെ തേങ്ങാപ്പാലുണ്ട്, നല്ല 2 തരം പാല്, 1ാം പാല്, 2ാം പാല്. അത് കൂടാണ്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് മിൽക്ക് പൗഡർ കലക്കിയത്, ഏതാണ്ട് ഒരു കപ്പ്, ഒരു 3/4 കപ്പ് വരെ ഉപയോഗിക്കാം. എല്ലാ കാര്യം. അപ്പോൾ എന്തായാലും ടൊമാറ്റോ ഒന്ന് വേഗണം, അതാണ് ആദ്യത്തെ ജോലി. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കേണ്ടത്. പിന്നെ ടൊമാറ്റോയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് വാടി, പിന്നെ അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും വെന്ത് കിട്ടും. ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സി ഉപയോഗിച്ചിട്ട് അരച്ച് പേസ്റ്റ് ആക്കുന്നു. എന്നിട്ട് അരിപ്പയിൽ കൂടി അരിച്ച് ടൊമാറ്റോയുടെ പ്യൂറി, ടൊമാറ്റോയുടെ പൾപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോയുടെ ആ ജ്യൂസ് നമ്മൾ ശേഖരിക്കാൻ പോകണം. അപ്പോൾ അതാണ് ഞാനിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ജ്യൂസ് എടുത്തിട്ട് കാണിക്കാം, ടൊമാറ്റോയുടെ ആ സത്ത്. അപ്പോൾ നമ്മളുടെ വേവിച്ച ടൊമാറ്റോ അരിച്ചെടുത്തിരിക്കുകയാണ് ഞാൻ. ഒരു ബൗൾ നിറച്ചുകൊണ്ട്, ഇതിൻ്റെ ഒരു കപ്പളവ് പറയുകയാണെങ്കിൽ 4 കപ്പ് നിറച്ചുകൊണ്ട്, 240 ml 4 കപ്പ് അതാണ് വേണ്ടത്. അപ്പോൾ നമ്മളുടെ പായസത്തിന് ഈ 4 കപ്പ് ടൊമാറ്റോയുടെ ആ ചാറും, പിന്നെന്താ വേണ്ടത്, ടൊമാറ്റോ അരച്ച് പിഴിഞ്ഞെടുത്ത ആ കാര്യവും, പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഏകദേശം ഒരു 4 കപ്പോളം വെള്ളവും കൂടി വേണ്ടി വരും. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് വയ്ക്കാം. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഉരുളി അടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മൾ ചമ്പാപ്പച്ചരി, നുറുക്ക് ചമ്പാപ്പച്ചരി ആണെങ്കിൽ ഏറ്റവും നല്ലത്, അതൊന്ന് ഒരല്പം നെയ്യിലൊന്ന് വറുക്കണം. വറുത്ത് കഴിഞ്ഞിട്ട് അതൊന്ന് പൊടിക്കണം. അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നുറുക്ക് ചമ്പാപ്പച്ചരി എന്ന് പറഞ്ഞ് കടയിൽ വാങ്ങാൻ കിട്ടും. നമ്മൾ പാൽപ്പായസത്തിന് ഉപയോഗിക്കുന്ന അരിയാണ് നുറുക്ക് ചമ്പാപ്പച്ചരി. ഇത് 1 കപ്പ് അരി അളന്നെടുക്കുക, 240 ml 1 കപ്പ്. എന്നിട്ട് അതൊരല്പം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഉരുളിയിൽ ചൂടാക്കിയിട്ട് നമ്മളതൊന്ന് വറുക്കും, ഒന്ന് ലൈറ്റായിട്ടൊന്ന് വറുത്ത് കഴിഞ്ഞിട്ട് പിന്നെ മിക്സി ഉപയോഗിച്ചിട്ട് ഒന്ന് പൊടിക്കുന്നതെന്ന് വെച്ചാൽ ഏതാണ്ട് റവയുടെ പാകത്തിന്, നമ്മുടെ ചെറിയ ഗോതമ്പ് റവയില്ലേ
അതുപോലത്തെ ആ ഒരു പാകത്തിന് കിട്ടുന്ന പോലെ, സൂചി ഗോതമ്പ് റവയുടെ ആ പാകത്തിന് കിട്ടുന്ന പോലെ. അപ്പം ചമ്പാ പച്ചരി വറുത്തിട്ട് പൊടിച്ചെടുക്കണം, അതാണ് നമുക്ക് ആവശ്യം. പിന്നെ ഒരു പക്ഷേ നുറുക്ക് ചമ്പാ പച്ചരി കിട്ടിയില്ല. ഈ നുറുക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുറിഞ്ഞ് കിട്ടുന്നതാണ് ഈ ചമ്പാ പച്ചരി തന്നെ. ഇത് പാൽപ്പായസത്തിന് ഉപയോഗിക്കുന്നതാണ്. ഇനി മുഴുവനേ ഉള്ള ചമ്പാ പച്ചരി ആണെങ്കിലും കുഴപ്പമില്ല, വറുത്തിട്ട് മിക്സി ഉപയോഗിച്ചിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതിയാകും. ആ പൊടിക്കുമ്പോൾ ഫൈൻ പൗഡറല്ല, നമ്മളെന്താ പറയുക, പുട്ടിൻ്റെ പൊടി പോലെ പൊടിക്കരുത്. പിന്നെന്താ വേണ്ടത്, തരിതരിപ്പായിട്ടാണ് പൊടിക്കേണ്ടത്. ഏതാണ്ട് റവയുടെ പാകത്തിനാണ്, ചെറിയ സൂചി ഗോതമ്പ് റവ പോലെ പൊടിച്ചെടുക്കണം. അപ്പം ഉരുളി ചൂടായി. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ്, ആദ്യം കുറച്ച് നെയ്യ്, 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർക്കാം. ഇതിലേക്കാണ് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന നുറുക്ക് ചമ്പാ പച്ചരി, ഇത് 1 കപ്പുണ്ട്. ചെറുതായിട്ടൊന്ന് വറുക്കണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കളർ മാറുന്ന പോലെ ഒന്നും മൂക്കണം എന്നില്ല, ഒരു 5 മിനിറ്റ് വറുത്താൽ മതിയാകും. ഇപ്പോൾ അരി പാകത്തിന് മൂത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഉരുളിയിൽ നിന്ന് മാറ്റിയിട്ട് മിക്സി ഉപയോഗിച്ച് പൊടിക്കാൻ പോകണം. ഇനി പൊടിച്ച അരി എങ്ങനെയുണ്ടെന്ന് കാണാം. അങ്ങനെ നമ്മളുടെ അരി വറുത്തു പൊടിച്ചു. ചമ്പാ പച്ചരി 1 കപ്പ് പൊടിച്ചപ്പോൾ നോക്കൂ, സൂചി ഗോതമ്പ് റവ മാതിരി ആയില്ലേ. അല്ലെങ്കിൽ വേണമെങ്കിൽ ബോംബെ റവയുടെ അളവെന്ന് വേണമെങ്കിലും പറയാം. ആ ഒരു രീതിയിലാണ്. ഇനി വീണ്ടും നമ്മൾ ചൂടായി കിടക്കുന്ന ഉരുളിയിലേക്ക് തന്നെ പൊടിച്ച അരി മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ വേവിച്ച് അരച്ച് അരിച്ചെടുത്ത കാര്യം, ഇത് 4 കപ്പ്, ഇതും കൂടി ഒഴിക്കുന്നു. ഇത് ടൊമാറ്റോ പായസമല്ലേ, അപ്പോൾ എന്താ വേണ്ടത്, ടൊമാറ്റോ തന്നെയാണ് പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. ഇതിൽ ചേരുക. അങ്ങനെ ഈ ടൊമാറ്റോ ജ്യൂസിൽ കടന്നിട്ട് നമ്മുടെ അരിപ്പൊടി വേകണം. ഇത് പൊടിഞ്ഞ രൂപത്തിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ ഈ ഇത്രയും 4 കപ്പ് ടൊമാറ്റോയുടെ സത്ത് കൊണ്ട് മാത്രം ഇത് വേകില്ല. ഇതിനോടൊപ്പം കുറച്ച് വെള്ളവും കൂടി ചേർക്കണ്ടേ. അപ്പം നല്ല ചൂട് വെള്ളം റെഡിയാക്കി വെക്കാം. ഒരു 4 കപ്പ് വെള്ളവും നമ്മൾ പ്രത്യേകം വെച്ചേക്കണം. ആ 4 കപ്പ് ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ വെള്ളവും കൂടി ഒഴിച്ച് ഇളക്കി ഇതൊന്ന് ടൈറ്റാക്കണം. അതായത് പാകത്തിന് വേവിച്ചെടുക്കാം. ഈ അരി നന്നായിട്ട് വെന്ത് കുറച്ചുകൂടി ഒന്ന് വറ്റി കഴിയുമ്പോൾ നമ്മൾ പഞ്ചസാര ചേർക്കാം. അപ്പോൾ എന്തായാലും ഇളക്കി കൊടുക്കാം. ഇത് വറ്റി കഴിഞ്ഞിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അളവ് പറയുകയാണെങ്കിൽ 4 കപ്പ് ടൊമാറ്റോയുടെ സത്തും പിന്നെന്താണ് 4 കപ്പ് തിളച്ച വെള്ളവും. ഈ 1 കപ്പ് അരി വേവിക്കുക, പൊടിച്ച അരി വേവിക്കുക, വറുത്ത് പൊടിച്ച അരി എന്ന് തന്നെ പറയാം. അപ്പോൾ കൈയെടുക്കാണ്ട് ഇളക്കുക. അടി പിടിക്കാൻ പാടില്ല. നല്ല ചുവട് കെട്ടിയുള്ള ഉരുളിയല്ലേ, അങ്ങനെ പെട്ടെന്നൊന്നും അടി പിടിക്കില്ല. പിന്നെ ഇടയ്ക്ക് വേണമെങ്കിൽ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം, കുറച്ച്. അപ്പോൾ ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ഒരു അല്പം നെയ്യ് ഒഴിച്ചേക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് അതിനായിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കും. ഇപ്പോൾ നല്ല ടൈറ്റായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാര, ഇത് 4 കപ്പ് പഞ്ചസാര. അപ്പോൾ ശരിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അരി നന്നായിട്ട്, അല്ലെങ്കിൽ റൈസ് പൗഡർ അരി പൊടിച്ചെടുത്ത, തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്ത ആ അരി നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് മാത്രമേ പഞ്ചസാര ചേർക്കാവുള്ളൂ. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വേഗില്ല. വേഗുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് മാത്രം പഞ്ചസാര ചേർക്കാം. നോക്കൂ, നല്ല ഓറഞ്ച് കളറിൽ. ആഹാ, ഇനി ഇതൊരു ഹൽവ പാകമാകുന്നവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മതി, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് തന്നെ ഹൽവ പാകമായി കഴിയും. കാര്യം പഞ്ചസാര ഇങ്ങനെ നന്നായിട്ട് ടൈറ്റായിട്ട് വരും. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ്, ഇടയ്ക്കിടയ്ക്ക് നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. ഒരല്പം നെയ്യ് ഇപ്പോഴേ ചേർക്കാം. ഇനി ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. അങ്ങനെ നമ്മുടെ പായസം ഇങ്ങനെ ടൈറ്റായി ഒരു ഹൽവ പാകമായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ 2ാം പാൽ നമ്മൾ ആവശ്യാനുസരണം ഒരു 2 കപ്പ് ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് യോജിപ്പിക്കണം. ഇപ്പോൾ 2 കപ്പ് ഒഴിച്ചു. ഇനി ബാക്കിയും കൂടി ഒഴിക്കുക. 2ാം പാൽ ചേർത്ത് കഴിഞ്ഞു. ഇപ്പോൾ ഓണം എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ വിഷു എന്ന് പറഞ്ഞാലും ഇതൊക്കെ തന്നെ ഹാർവെസ്റ്റ് ഫെസ്റ്റിവലാണല്ലോ, അതായത് വിളവെടുപ്പിൻ്റെ കാലം. അപ്പോൾ അതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്ക് കൃഷിസ്ഥലങ്ങളെല്ലാം തന്നെ പ്രകൃതിയുടെ വരദാനമാണ്. അതിൽ കുറച്ച് മനുഷ്യൻ്റെ എഫേർട്ടും കൂടി ഉണ്ട് എന്ന് പറയാം, അത്രേ ഉള്ളൂ. അപ്പോൾ അത് എല്ലാം, അപ്പോൾ ശരിക്കും നമ്മളുടെ ഒരു ഒത്തുചേരലാണ് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒത്തുചേരൽ. അതുകൊണ്ട് തന്നെ ഈ ഫെസ്റ്റിവൽ സമയത്തെല്ലാം തന്നെ, ഇപ്പോൾ ഓണത്തിനാണെങ്കിലും അതുപോലെയുള്ളൊരു സ്ഥലത്ത് നമ്മൾ പോവുക, അത് ആസ്വദിക്കുക, അതുമായി ഒരു താരതമ്യം പ്രാപിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ.
ഇപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി കഴിഞ്ഞു. അപ്പോൾ രണ്ടാം പാലൊരു 4 കപ്പ് ഒഴിച്ചിട്ടാണ് തിളപ്പിച്ച് കുറുക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ ഒന്നാം പാൽ എത്രത്തോളം ആ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി നോക്കുക. കുറച്ചുകൂടി എത്ര ചാറ് വേണം അതനുസരിച്ച് 2 കപ്പോളം ഒന്നാം പാൽ എടുത്ത് വയ്ക്കുക. എന്നിട്ട് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 1.5 കപ്പോളം ഒന്നാം പാൽ, നല്ല കുറുകിയ പായസം. ഇനി ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം കൂടി ചെയ്യണം, അത് ലാസ്റ്റ് ഒരു പൊടിക്കൈ പോലെയാണ്. ഏതാണ്ട് ഒരു 1/4 കപ്പോളം പാൽപ്പൊടി, മിൽക്ക് പൗഡർ നന്നായിട്ട് കലക്കിയത്. പാൽപ്പൊടി 1/4 കപ്പല്ല, ഒരു 1/4 കപ്പ് വെള്ളത്തിൽ കുറച്ചേറെ പാൽപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് കലക്കുക. അപ്പോൾ നല്ല കുറുകിയ പാൽ, മിൽക്ക് പൗഡർ കലക്കിയ പാൽ, അതും കൂടി ചേർക്കാം. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു പാറയുടെ മുകളിൽ ചുറ്റോട് ചുറ്റും കടൽ, അനന്തമായ കടലും അതിൻ്റെ നടുക്ക് നിന്ന് ഇങ്ങനെ നിങ്ങൾക്കായിട്ട് ഈ തക്കാളി പായസം ഉണ്ടാക്കുമ്പോൾ ശരിക്കും എന്തൊരു കോൺട്രാസ്റ്റ് ആണല്ലേ. കടലിൻ്റെ ആ നീല നിറവും നമ്മുടെ ഓറഞ്ച് കളറിലെ ഒരു പായസവും. ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കുക. ഇരുന്ന് കുറുകുകയാണെങ്കിൽ കുറച്ചുകൂടി പാലൊഴിച്ച് കൊടുക്കുക. ഏത് പാലൊഴിച്ചാലും മതി, അതല്ലെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചാലും മതിയാവും. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, ഇതിന് മണം. പായസം എന്ന് പറഞ്ഞാൽ ഏലക്കാപ്പൊടിയുടെ മണം തന്നെയാണ്. അപ്പോൾ കുറച്ച് ഏലക്കാപ്പൊടി, ഏതാണ്ട് 1.5 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. അങ്ങനെ ഏലക്കാപ്പൊടി ചേർക്കാം. ഈ മണമെല്ലാം ഇപ്പോൾ കടൽ കൊണ്ടുപോയി, കടൽക്കാറ്റ്. എന്നാലും കുറച്ച് ഏലക്കയുടെ മണം എനിക്ക് കിട്ടി. ഇനി ഇപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് നെയ്യ് ചൂടാക്കി അതിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് പായസത്തിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. അപ്പോൾ പായസം, തക്കാളി പായസം കംപ്ലീറ്റ് നല്ലതായിട്ട് ഫിനിഷായി കിട്ടും. കുറച്ച് സമയം കൊടുക്കും. അപ്പോൾ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് നല്ല ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു 25 ഗ്രാം മുതൽ 50 ഗ്രാം അണ്ടിപ്പരിപ്പ് വരെ ചേർക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് കൂടുതൽ അണ്ടിപ്പരിപ്പ് ഉണ്ട്, അത് ഒരു ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ കിസ്മിസ്. അപ്പോൾ 25 ഗ്രാംസ്, 25 ഗ്രാം അണ്ടിപ്പരിപ്പ്, 25 ഗ്രാം കിസ്മിസ്. ഇതിപ്പോൾ ഡബിൾ ക്വാണ്ടിറ്റിയാണ്. അങ്ങനെ അണ്ടിപ്പരിപ്പും കിസ്മിസും പാകത്തിന് മൂത്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ആ നെയ്യോടുകൂടി തന്നെ നമ്മുടെ പായസത്തിലേക്ക് ഒഴിക്കാം. അങ്ങനെ തക്കാളി പായസത്തിൻ്റെ അവസാനത്തെ മിനുക്ക് പണിയും കഴിയാം. കണ്ടല്ലോ, അതിങ്ങനെ ചെറിയ ചെറിയ ബബിൾസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു അലങ്കാരവുമാണ്. പിന്നെ ഇത് ഇളക്കി കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം കിട്ടും. എങ്ങനെയുണ്ട് നമ്മളുടെ തക്കാളി പായസം? അങ്ങനെ കായൽ കാറ്റും എല്ലാം ആസ്വദിച്ചിങ്ങനെ നടന്ന് സമയം പോയതറിഞ്ഞില്ല. ഇന്ന് വ്യത്യസ്തമായൊരു പായസമാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നിങ്ങൾക്കായിട്ട്. അപ്പോൾ പായസമാണെങ്കിലും അട, കടല, ചെറുപരിപ്പ്, ഗോതമ്പ്, ഇങ്ങനെ പോകുന്നു നമ്മുടെ പായസങ്ങളുടെ ഒരു പട്ടിക. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണ്ടേ? അപ്പോൾ ഒരു ചെറിയ മാറ്റമാകാം. അപ്പോൾ ഇന്നത്തെ പായസം വളരെ വ്യത്യസ്തമായിരിക്കും. കാര്യം ഇത് ബ്രെഡ് കൊണ്ട് നമ്മൾ പായസം തയ്യാറാക്കാൻ പോകുന്നത്, ബ്രെഡ് പായസം. അപ്പോൾ അതിന് ആദ്യം നമ്മൾ കുറച്ച് എളുപ്പമാണ്. ഈ പായസം എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ കായൽ കരയിൽ തന്നെ പായസം ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാര്യം ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. ഞാൻ ശരിക്കും ഈ നാട്ടിൻ പുറത്തിന് അങ്ങ് എന്താ പറയണ്ടേ, നെഞ്ചിലേറ്റി നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടിനകത്തുള്ള കുക്കിംഗ് എല്ലാം മതിയാക്കി. ഇനി പുറത്തേക്ക് ഇറങ്ങി ഇതെല്ലാം ഈ ഇങ്ങനെ എന്താ പറയുക, കാറ്റൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് തന്നെ പാചകം ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ ടയർഡാവില്ല, ക്ഷീണം ഉണ്ടാവില്ല. അടുപ്പ് കത്തിച്ച ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് കുറച്ച് വ്യത്യസ്തമായിട്ട്, വളരെ വ്യത്യസ്തമായിട്ട് തന്നെ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ 1 കപ്പ് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യണം. കാരമലൈസ് ചെയ്യാന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് ഒരു ഇളം ബ്രൗൺ കളർ, ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന ഒരു സ്വർണ്ണ നിറം പോലെ ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഇത് 1 കപ്പ് പഞ്ചസാര. അപ്പോൾ 1.5 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഈ അളവിന് വേണ്ടി ഉപയോഗിക്കുന്നത്. 6 സ്ലൈസ് ബ്രെഡ്, 6 കഷ്ണം റൊട്ടി, അതിനെ ഇങ്ങനെ കൊച്ചു കഷ്ണങ്ങളാക്കി ഇങ്ങനെ കൈകൊണ്ട് തന്നെ മുറിച്ച് വെച്ചിരിക്കുവാണ്. ഇപ്പോൾ ദേ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞു. 1 കപ്പ്, ഇനി ഒരു 1/2 കപ്പ് പഞ്ചസാര റിസർവിലാണ്, മാറ്റി വെച്ചിരിക്കുകയാണ്. അത് പിന്നീട് ചേർക്കാം. അപ്പോൾ ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ ഉരുകി വരും. ഉരുകി വന്നു കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചേർത്തിട്ടാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. ഇത് ഏറ്റവും എളുപ്പം ചെയ്യുന്ന ഒരു പായസം തന്നെയാണ്. അപ്പോൾ ഈ പായസം, ഈ കാര്യങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ കറങ്ങി നടക്കാമല്ലോ.
അത് നല്ലൊരു കാഴ്ചയല്ലേ. പായസം ഒരു സൈഡിൽ ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. പക്ഷേ ഈ പഞ്ചസാര കരിയുന്നത് വരെ ഞാൻ എന്തായാലും, അതായത് ആ ഒരു ബ്രൗൺ കളർ ആകുന്നവരെ ഞാൻ ഇവിടെ തന്നെ നിന്നേ പറ്റുള്ളൂ. അപ്പോൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം, അതിങ്ങനെ ബബിൾ ചെയ്ത് ഇങ്ങനെ ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് മാറും. അപ്പോൾ നമ്മുടെ പഞ്ചസാര അലിഞ്ഞൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി, അതായത് ഒരു സ്വർണ്ണ നിറമായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഏതാണ്ട് ഒരു കപ്പോളം ചൂടുവെള്ളം. ഈ ചൂടുവെള്ളം ഒഴിച്ച് ഇനി ചൂടുവെള്ളവും ഈ എന്താ പറയുക മെൽറ്റഡ് ഇങ്ങനെ അലിഞ്ഞ ഒരു ബ്രൗൺ കളറായിട്ട് മാറിയ പഞ്ചസാരയും കൂടി ചേർന്നിട്ടൊന്ന് നന്നായിട്ട് തിളച്ച് കുറുകിയ ഒരു പാകത്തിലേക്ക് വരണം. അപ്പോൾ ഒരു കാരമൽ സിറപ്പ് പോലെ അതാണ് നമുക്ക് വേണ്ടത്. ഇനി ആ ഒരു ഫോമിലേക്ക് ആകുന്നത് വരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മളൊരു കാരമലൈസ്ഡ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി. പഞ്ചസാര ഒന്ന് അലിയിച്ചു, ഒരു ലൈറ്റ് ബ്രൗൺ കളറായി. അത് കഴിഞ്ഞ് അതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് അത് ഈ കരിച്ച പഞ്ചസാരയും കൂടി ചേർന്നിട്ട് ഒരു സിറപ്പ് പോലെ ആയിക്കഴിഞ്ഞു. ഇനി ഇത് നമ്മളൊരു ഉരുളിയിലേക്ക്, കുറച്ചുകൂടി വലിയൊരു ഉരുളിയിലേക്ക് മാറ്റാൻ പോവാം. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിലേക്കാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസസ്. ഇതൊരു 6 സ്ലൈസ് ബ്രെഡ് ഞാനിങ്ങനെ കൈ കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ കൊച്ചു കഷ്ണങ്ങളാക്കി വെച്ചതാണ്. നമ്മൾ ഈ കാരമൽ സിറപ്പിലേക്ക് ബ്രെഡിനെ ചേർക്കും. എന്നിട്ട് ഇനി ഇത് രണ്ടും കൂടി കിടന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് ഒരു എന്താ പറയുക, നമ്മൾ സാധാരണ പായസത്തിനൊക്കെ വറട്ടിയെടുക്കുന്ന പോലെ ഒന്ന് വറട്ടിയെടുക്കണം. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് വറണ്ട് ഈ ബ്രെഡിൻ്റെ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞ് ഇതുപോലെ ആയിരിക്കില്ല, ഇതിങ്ങനെ പേസ്റ്റിയായി പഴഞ്ഞ രൂപത്തിലേക്ക് മാറും. അതങ്ങനെ ടൈറ്റായി തുടങ്ങുമ്പോൾ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചോളൂ. അപ്പോൾ സാധാരണ ഒരു പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതുപോലെയൊക്കെ തന്നെയാണ്. ഇതിപ്പോൾ ബ്രെഡാണ് ബേസ് എന്ന് മാത്രമേ ഉള്ളൂ. ബ്രെഡിനെ ഇങ്ങനെ വറട്ടിയെടുക്കാൻ പോകാം. ബ്രെഡും പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇങ്ങനെ, ഇത് കണ്ടു കഴിഞ്ഞാൽ ശർക്കരയാണെന്നല്ലേ തോന്നുന്നു. ശർക്കരയല്ല, കാരമലൈസ്ഡ് ഷുഗർ. പഞ്ചസാര കരിയിച്ചെടുത്തതാണ്, ബ്രൗൺ ആക്കി. അതിലേക്ക് ഇനി കുറച്ച് ഇപ്പോൾ ടൈറ്റായി തുടങ്ങി. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് വീണ്ടും വരട്ടുന്നു. അപ്പോൾ നമ്മൾ സാധാരണ എന്താ പറയുക, കടലപ്രഥമൻ, ചെറുപരിപ്പ് ഇതൊക്കെ വരട്ടിയെടുക്കുന്നത് എങ്ങനെയാണ്, അട, അതുപോലെ തന്നെ നമ്മൾ ബ്രെഡിനെ വറുത്തുന്നു. അത്രയും വ്യത്യാസം. അപ്പം ആ നെയ്യുടെ മണമൊക്കെ വന്നു തുടങ്ങി. ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ നമുക്കിപ്പോൾ എന്തായാലും നെയ്യ് ഒഴിച്ചു, ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ചേർക്കാം. അപ്പോൾ ഈ കൂട്ടത്തിൽ കിടന്ന് മൂത്ത് കിട്ടും. 50 or 100 ഗ്രാം നമുക്ക് ചേർക്കാം. ഞാനിന്ന് എന്തായാലും ഓണമല്ലേ, കുറച്ച് കൂടുതലൊക്കെ ചേർക്കാൻ പോവാം. കുറച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കും, അണ്ടിപ്പരിപ്പിനും കിസ്മിസിനും കൂടി വേണ്ടിയിട്ട്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കഴിച്ചു. അപ്പോൾ ഇതൊക്കെ ഒന്ന് പാകത്തിന് മൂത്തു, നല്ലൊരു എന്താ പറയുക, നല്ലൊരു മണമൊക്കെ വന്നത് കഴിയുമ്പോൾ ഇനി നമ്മൾ കുറച്ച് പാലെന്ന് പറയുമ്പോൾ പശുവും പാലാകാം, അതല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് പൗഡർ കലക്കിയെടുത്തതുമാകാം, ഏത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ പശുവും പാലുണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ പാൽപ്പൊടി കലക്കിയെടുക്കാം. പിന്നെ ഇത് തേങ്ങാപ്പാൽ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ കുറച്ച് പാല് ചേർക്കാം. പാലിങ്ങനെ കലക്കി, ഇത് ഞാനിപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പാൽപ്പൊടി കലക്കി. ഒരു 4 മുതൽ 6 കപ്പ് വരെ റെഡിയാക്കി വയ്ക്കുക. ഏതാണ്ട് 6 കപ്പോളം പാല് വേണ്ടി വരും. കാര്യം ഇത് ബ്രെഡ് ആയതുകൊണ്ട് കുറച്ച് പെട്ടെന്ന് ടൈറ്റായി വരും. അതായത് ഇത് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ കുറുകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതിനനുസരിച്ച് പാല് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളൊരു 6 കപ്പ് പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറുകി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വേണമെങ്കിൽ പാല് ചേർത്ത് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പാകം അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർക്കാം. ഇത് കാരമലൈസ് ചെയ്യാത്ത ഷുഗറാണ്, സാധാരണ പഞ്ചസാര, പഞ്ചസാര നമ്മൾ അതിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കണം. പാല് ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി ഇതെല്ലാം കൂടി കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കുറുക. പിന്നെ കട്ടയൊന്നും ഉണ്ടാവില്ല, കട്ടയെല്ലാം ഉടച്ച് നന്നായിട്ട് കഴിക്കും. ഞാൻ
പറഞ്ഞില്ലേ ഞാൻ പായസം ഉണ്ടാക്കുന്നതിനിടയിൽ ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ പായസം അടുപ്പിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാനിവിടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. നമ്മുടെ കായൽ പരപ്പുകളെല്ലാം കണ്ട് കായലിന് ചുറ്റുമുള്ള ഈ തെങ്ങിൻ തോപ്പ് നോക്കൂ. ഈ തെങ്ങ് പക്ഷെ പാവം ഇത് നശിച്ചു പോയൊരു തെങ്ങാണ്. പക്ഷെ അതും ഒരു ഭംഗിയാണ്. നമ്മളുടെ ഈ ഒരു ഭംഗിയുള്ള ഒരു ആംബിയൻസിന് ഇതും ഒരു അലങ്കാരം തന്നെയാണ്. അപ്പോൾ എൻ്റെ തൊട്ട് പിന്നിലേക്ക് നോക്കൂ, ഈ കായലിൽ വള്ളമൊക്കെ കിടക്കുന്ന കാഴ്ച. അപ്പോൾ വേണമെങ്കിൽ വള്ളത്തിൽ ഇങ്ങനെ തുഴഞ്ഞ് നടക്കാം. ഇതെല്ലാം കാര്യങ്ങളാണല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ ഞാനിങ്ങനെ, പക്ഷേ എൻ്റെ പായസമൊന്നും കേടായി പോകുന്നില്ല. കാര്യം അത് തിളയ്ക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഞാൻ തിളയ്ക്കാനിട്ടിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ ഞാൻ അതിനിടയ്ക്കിടയ്ക്ക് ഈ കാഴ്ചകൾ, കാര്യം ഇതൊക്കെ ഇപ്പോഴല്ലേ ആസ്വദിക്കാൻ സാധിക്കുള്ളൂ. ഇതും ഇങ്ങനെ കണ്ടു നടക്കുക. അപ്പോൾ ഞാൻ കാഴ്ചകളെല്ലാം കണ്ട് ഓടി തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ എന്താ അറിയോ, പായസം നല്ല കുറുകി തുടങ്ങിയിട്ടുണ്ട്. പാലൊക്കെ ഒഴിച്ചിങ്ങനെ തിളയ്ക്കാനായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഇനി അവസാനം മിനുക്കുമണിയാണ്. ലാസ്റ്റ് അവസാനം നമ്മൾ ചേർക്കാം 1 ടിൻ മിൽക്ക് മെയ്ഡ്, കണ്ടൻസ് മിൽക്ക് 1 ടിൻ. ആവശ്യത്തിന് മധുരമുണ്ട് എങ്കിലും ഇതൊരു കുറച്ചുകൂടി ആ പായസത്തിന് എന്താ പറയുക, കുറച്ചുകൂടെ സമ്പന്നമാക്കുന്നു എന്ന് പറയാം. നല്ല സ്വാദാണ്. ഇതും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലാണ്ട് തന്നെ നല്ല സ്വാദായിരിക്കും. എന്നാലും മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിൽക്ക് മെയ്ഡും ഇതിൻ്റെ കൂടെ നന്നായിട്ട് യോജിച്ച്. പിന്നെ ഈ ഒരു പായസം ഇരിക്കുന്തോറും കുറുകുകയാണെങ്കിൽ, ഇച്ചിരി കുറുകുകയാണെങ്കിലും ചൂട് പാലൊഴിച്ച് ഒന്നുകൂടി ഒന്ന് മിക്സ്, അത് പശുവും പാലൊഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ എന്ത് കിട്ടുമെന്ന് തോന്നിയാൽ അതെന്താണ് ഉള്ളതെന്ന് നമുക്കിപ്പോൾ തോന്നും. അപ്പോൾ തോന്നും ഇത് ഇടയ്ക്കിടയ്ക്ക് അണ്ടിപ്പരിപ്പ് കിസ്മിസൊക്കെ കടിക്കാൻ കിട്ടും. പിന്നെ ഇത് ബ്രെഡ് പായസമാണെന്ന് ആരും പറയില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രെഡിൻ്റെ പീസസ് ഒന്നും ഞാൻ പിന്നെ പ്രത്യേകിച്ച് ക്യൂബ്സായിട്ട് ക്രോട്ടൺസ് പോലെ വറുത്ത് ചേർക്കാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബ്രെഡിൻ്റെ ക്യൂബ്സ് ഉണ്ടാക്കിയിട്ട് അത് നെയ്യിൽ വറുത്ത് കോരി നല്ല ക്രിസ്പിയായിട്ട് കരികരിപ്പായിട്ട് വറുത്ത് കോരി ഏറ്റവും അവസാനം അലങ്കാരം പോലെ ഇട്ട് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അത് കടിക്കാൻ പറ്റും. പക്ഷേ അന്നേരം മനസ്സിലാവും ഇത് ബ്രെഡിൻ്റെ എന്തോ പായസമാണ്. പക്ഷേ അത് ഇടാതിരുന്ന് കഴിഞ്ഞാൽ ഇത് ബ്രെഡ് പായസമാണെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. പെട്ടെന്നൊന്നല്ല, ഒരിക്കലും പറഞ്ഞില്ലെങ്കിൽ മനസ്സിലാവുകയില്ല. ഇനി അവസാനത്തെ കാര്യം, മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് പിന്നെ തിളയ്ക്കണം എന്ന് നിർബന്ധമില്ല. ഇനി വേണ്ടത് ഏലക്കാപ്പൊടി. ഒരു പായസം എന്ന് പറഞ്ഞാൽ ഒരു ഏലക്കയുടെ മണം വേണ്ടേ. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഇപ്പോൾ ശരിക്കും പായസത്തിൻ്റെ മണം വന്നു തുടങ്ങി. ബ്രെഡ് പായസം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വേറൊന്നുമില്ല, കഴിച്ചാൽ മാത്രം മതി.